അപ്പോഴുണ്ടല്ലോ ഞാനിത് കഴിഞ്ഞ് നാട്ടിൽ പോവേ. കുഞ്ഞുമോളി എന്നാ പറ്റി? പള്ളി കഴിഞ്ഞ് ഇത്ര തിരക്കിൽ ഓടുന്നേ? അതെ, വീട്ടിൽ ചെന്നിട്ട് വേണം എന്നേലും ഉണ്ടാക്കാൻ. ഇന്നൊന്നും ഉണ്ടാക്കാതെയാ പോകുന്നത്. ആണോ? അല്ല, ഇന്ന് കുമ്പസാര ദിവസമല്ലേ? കുമ്പസാരിക്കണ്ടേ? ഞാനേ കഴിഞ്ഞ ആഴ്ച ഒന്ന് കുമ്പസാരിച്ചായിരുന്നു. എപ്പോഴും എന്നെ പോയി കുമ്പസാരിക്കാനാ. എപ്പോഴും ചെന്ന് അച്ഛൻ എന്നെ ഓർക്കും. അച്ഛന് ഒന്നും ഓർക്കുകയില്ല. പുണ്യവാന്മാരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കിക്കേ, അവരൊക്കെ ദിവസേന കുമ്പസാരിച്ചവരാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കൂടെ കുമ്പസാരിക്കുമായിരുന്നെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ പാതിരി പിയോ ദിവസം 2-3 പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് പാപബോധം മനസ്സിൽ തോന്നുമ്പോൾ, അല്ലെങ്കിൽ പാപം ചെയ്തു എന്നുള്ള ബോധ്യം തോന്നുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിയെ നമ്മെ തോന്നിപ്പിക്കും. കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അണിയുമ്പോഴൊക്കെ നമുക്കൊരു പാപബോധം തോന്നണം. അത് മനസാക്ഷിയുടെ പ്രത്യേകതയാണ്. മനസാക്ഷിയുടെ ഉള്ളിൽ നമുക്ക് ആ ചിന്ത വരുമ്പോൾ നമ്മൾ കുമ്പസാരിക്കണം. അത് എത്ര പ്രാവശ്യം ആയാലും സാരമില്ല. എത്ര പ്രാവശ്യം വരെ ആകണമെന്നോ അല്ലെങ്കിൽ ഇന്ന കണക്കോ എന്നോ ഒന്നും സഭയ്ക്ക് നിർബന്ധമില്ല. കാരണം അതെപ്പോഴൊക്കെ ഒരു പാപിക്ക് അല്ലെങ്കിൽ ഒരു പുണ്യജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് അന്നേരം തന്നെ കുമ്പസാരിക്കണമെന്നാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കുമ്പസാരിക്കുന്ന എത്ര പ്രാവശ്യം വേണേലും കുമ്പസാരിക്കാം. അത് എന്ന് കുമ്പസാരിക്കണമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അച്ഛന് മടുപ്പാവുമോ, അല്ല അച്ഛന് ബുദ്ധിമുട്ടാവുമോ, അത് നല്ലതാണോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുക. അച്ഛൻ എന്ത് തോന്നും എന്നൊക്കെയുള്ള സ്വാഭാവികമായ ചിന്തകളാണ്. അത് ഓരോരുത്തർക്കും തോന്നുന്ന ചിന്തകൾ തന്നെയാണ്, ശരി തന്നെയാണ്. അത് ന്യായമായ സംശയം തന്നെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, കുമ്പസാരം എന്ന് പറയുന്നത് അത്ര പാവനമായ കൂദാശയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് അത് സ്ഥാപിച്ചത്, നമ്മുടെ പാപം മോചിക്കപ്പെടാൻ. നമ്മൾ സഭയുടെ മുമ്പിൽ അനുരഞ്ജനപ്പെടണം, സഹോദരനോട് അനുരഞ്ജനപ്പെടണം. അപ്പോൾ നമ്മൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകതയാണ് ഈ നിരന്തരമുള്ള കുമ്പസാരം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒത്തിരി കാലം ദീർഘിപ്പിക്കാതെ അടുത്തടുത്ത് കുമ്പസാരിക്കുന്നതായിരിക്കും ശരി. എത്രമാത്രം കുമ്പസാരിച്ചാലും അത്രമാത്രം പുണ്യജീവിതത്തിലേക്ക് നമ്മൾ വളരുകയുള്ളൂ. അല്ല, ഡാലി കുമ്പസാരിച്ചായിരുന്നോ? അതെ, ഞാൻ വന്നപ്പോഴേ കുമ്പസാരിച്ചു. ഞാൻ നോക്കുമ്പോൾ വയസ്സായ ഒരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അതിന് വയസ്സായ അച്ഛൻ്റെ അടുത്ത് പോയത്? അതെ, വയസ്സാകുമ്പോൾ ചെവിയൊക്കെ ഇച്ചിരി പുറകോട്ടല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോരാല്ലോ. ശരിക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ചിലരെങ്കിലും അങ്ങനെ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. കുമ്പസാരിക്കുമ്പോൾ പ്രായമുള്ള അച്ഛൻ്റെ അടുത്ത് പോയാൽ സൗകര്യമല്ലേ, കാരണം അദ്ദേഹം ഒന്നും കേൾക്കുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുമ്പസാരം എന്ന് പറഞ്ഞാൽ അത് വളരെ ബോധപൂർവം ഒരുങ്ങി ഏറ്റുപറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവാണ് കുമ്പസാരക്കൂട്ടിൽ ആയിരിക്കുന്നുള്ള ബോധ്യത്തോടു കൂടിയാണ്, ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് കുമ്പസാരക്കൂട്ടിൽ ഈ പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നത്. അപ്പോൾ ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുണ്യജീവിതത്തിൽ വളരാനുള്ള ഒരു വലിയ കാരണമായി തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഏതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ഒരു കുമ്പസാരത്തിൽ വൈദികൻ ചെയ്യുന്നത്. ഈ കുമ്പസാരം എന്ന് പറയുന്നത് അത്രമാത്രം പരിപാവനമായ കൂദാശയാണ്. അത് അച്ഛൻ്റെ മനസ്സിൽ ആ ഒരു തെറ്റിനെ പറ്റിയുള്ള ചിന്തകളൊന്നും ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല. അതുകൊണ്ട് കുമ്പസാരത്തിൽ ഏറ്റു പറയുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ ഒരു ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ആ പാപിക്ക് വരുന്ന ഒരു ആത്മീയ വളർച്ച നൽകുന്നതിന്, ലഭിക്കുന്നതിന്, ആ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ പാപത്തെ അതിജീവിക്കുന്നതിന് ആ വ്യക്തിയെ സഹായിക്കുകയാണ് ഒരു വൈദികൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വൈദികൻ അല്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഈശോയുടെ പ്രതിനിധിയായ പുരോഹിതൻ കേൾക്കുന്ന രീതിയിലാവണം നമ്മൾ സംസാരിക്കുന്നത്. എന്തെങ്കിലും ചിലരൊക്കെ ചെയ്യാറുണ്ട്, ഏറ്റവും വലിയ പള്ളിയിലൊക്കെ സൗണ്ട് ഉള്ളപ്പോൾ, പാട്ടുകളൊക്കെ പാടുമ്പോൾ, പള്ളിയുടെ പുറകുവശത്താണല്ലോ സാധാരണ കുമ്പസാരക്കൂടുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ സൗണ്ട് ഉള്ളപ്പോൾ കുർബാനയ്ക്കിടയിൽ വേറൊരച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സൗണ്ടുകളൊക്കെ ഉള്ളപ്പോൾ പോയി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ, അച്ഛൻ കേൾക്കുകയില്ലല്ലോ എന്നുള്ളത്. കുമ്പസാരിക്കുന്ന വ്യക്തി അത് ഉറപ്പ് വരുത്തണം, അവർ കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ വൈദികൻ കേട്ടു എന്നുള്ളത്. ഒരു ചെവി കേൾക്കാത്ത അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാൽ പാപമോചനം സാധിക്കുകയില്ലേ? ശരിയാണ്, അതൊക്കെ നടക്കും, ശരിയാണ്. പക്ഷെ നമുക്ക് ആത്മീയജീവിതത്തിൽ വളരണമെങ്കിൽ ഈ പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുണ്യജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ചേർന്ന ഒരു ആത്മീയ ഹെൽപ്പ്, സഹായം നമുക്ക് ഓരോരുത്തരും ലഭിക്കുകയും ചെയ്യണം. അതുകൊണ്ട്
നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ശ്രദ്ധിക്കുക. കുമ്പസാരിക്കുമ്പോൾ പാപങ്ങൾ വ്യക്തമായിട്ടും ക്രമമായിട്ടും ഏറ്റുപറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുമ്പസാരത്തിൽ.